എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 16-ാമത്തെ സർഗത്തിൽ 8 മുതൽ 16-ാമത്തെ ശ്ലോകം വരെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകങ്ങളിൽ വളരെ വിസ്തരിച്ചുള്ള കഥകളൊന്നും പറയണില്ല. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞതായിട്ടുള്ള വിഷയങ്ങളുടെ ആവർത്തനങ്ങളുണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പായസ പാത്രവുമായിട്ട് ദിവ്യപുരുഷൻ വരണ ഭാഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 8-ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യേതദ്വചനം ശ്രുത്വാ സുരാണാം വിഷ്ണുരാത്മവാൻ പിതരം രോചയാമാസ തദാ ദശരഥം നൃപം. ഭഗവാൻ മഹാവിഷ്ണു അവിടെ കൂടിയിരിക്കുന്ന ദേവന്മാരോട് പിന്നെയും ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടുല്ലോ. അങ്ങനെ അതിനുശേഷം ഭഗവാൻ എന്താണ് ചെയ്തത്? ഇത്യേതദ് വചനം ശ്രുത്വ, ദേവന്മാരുടെ വാക്കുകൾ കേട്ടിട്ട്, സുരാണാം വചനം ശ്രുത്വ ആത്മവാൻ വിഷ്ണു, ഭഗവാൻ മഹാവിഷ്ണു ദശരഥനെ തൻ്റെ പിതാവായിട്ട് സ്വീകരിച്ചു. അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അതാണ് തഥാ നൃപം ദശരഥം പിതരം രോചയാമാസ. അച്ഛനായിട്ട് പിതാവായിട്ട് ദശരഥനെ ആരോപിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്യണതൊക്കെ. അപ്പോൾ അവിടെ വീണ്ടും പറയുകയാണ്, ആ സമയത്ത് ഇതൊക്കെ കൂട്ടിച്ചേർത്ത ശ്ലോകങ്ങളാവണം. 9-ാമത്തെ ശ്ലോകമാണ്. സജാപ്യപുത്രോ നൃപതിസ്തസ്മിൻ കാലേ മഹാദ്യുതി അയജത് പുത്രിയാമിഷ്ടിം പുത്രേപ്സുരരിസൂദന. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. ആ സമയത്ത്, അതായത് തൻ്റെ പിതാവായിട്ട് ദശരഥനെ കാണുന്ന സമയത്ത് ദശരഥൻ എന്ത് ചെയ്യായിരുന്നു എന്ന് പറയാണ്. അപുത്രോ നൃപതി, പുത്രന്മാരില്ലാത്തവനായിട്ടുള്ള ആ രാജാവ്, തസ്മിൻ കാലേ, ആ സമയത്ത്, അതായത് തൻ്റെ അച്ഛനായിട്ട് ദശരഥനാവണം എന്ന് വിചാരിച്ച സമയത്ത് മഹാദ്യുതിയായിട്ടുള്ള ദശരഥ മഹാരാജാവ് പുത്രിയാമിഷ്ടിം, പുത്രന്മാരുണ്ടാകാനുള്ള യാഗം ചെയ്യായിരുന്നു. പുത്രേപ്സു അരിസൂദന, പുത്രന്മാരുണ്ടാകണമെന്ന് കരുതിയിട്ട് ശത്രുക്കളെയൊക്കെ ജയിക്കുന്നവനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ദശരഥ മഹാരാജാവ് പുത്രിയാമിഷ്ടിം, അതായത് പുത്രകാമേഷ്ടി യാഗം ചെയ്യുകയായിരുന്നു. അതത്രേ പറയുന്നുള്ളൂ. ഇതൊക്കെ ആവർത്തിച്ചുള്ള കഥകളായതുകൊണ്ട്. 10-ാമത്തെ ശ്ലോകം നോക്കാം. സകൃത്വാ നിശ്ചയം വിഷ്ണുരാമന്ത്ര്യ ച പിതാമഹം അന്തർധാനം ഗതോ ദേവൈഃ പൂജ്യമാനോ മഹർഷിഭി. എന്നിട്ട് അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. ഭഗവാൻ മഹാവിഷ്ണു 4 പുത്രന്മാരായിട്ട് ദശരഥന് ജനിക്കാൻ പോവുകയാണ് എന്നുള്ളത് ദേവന്മാർക്ക് മനസ്സിലായി. അങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്യാണ്. അതാണ് സ വിഷ്ണു നിശ്ചയം കൃത്വ. അങ്ങനെ ദശരഥൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കാം എന്ന് നിശ്ചയിച്ചിട്ട് ഭഗവാൻ എന്തു ചെയ്തു? പിതാമഹം ആമന്ത്ര്യ. പിതാമഹൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനോട് യാത്ര പറഞ്ഞിട്ട്, ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തു ചെയ്തു? മഹർഷിഭി ദേവൈഹി പൂജ്യമാന അന്തർധാനം ഗത. മഹർഷിമാരാലും ദേവന്മാരാലും പൂജിക്കപ്പെട്ടവനായിട്ട്, അതായത് ആ യാഗവേദിയിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് പൂജാദികളൊക്കെ ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ദേവന്മാരാലും ഋഷിമാരാലുമൊക്കെ പൂജിച്ചിട്ട് ആ സമയത്ത് പൂജയൊക്കെ സ്വീകരിച്ചിട്ട് ഭഗവാൻ എന്തു ചെയ്തു? അന്തർധാനം ഗതഃ, അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അപ്പോൾ ഇനി ഉണ്ടാവേണ്ടത്, ഭഗവാൻ 4 മക്കളായിട്ട് ദശരഥന് ജനിക്കുകയാണ്. അങ്ങനെ ജനിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിലൊരു കഥയുണ്ട്. പായസം ഭുജിക്കണമല്ലോ. ആ വിഷയത്തിലേക്കാണ് അടുത്തതായിട്ട് വരണത്. അടുത്തത് 5-6 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയാനുള്ളതാണ്. അഗ്നിയിൽ നിന്ന് പൊന്തി വരുന്നവനായിട്ടുള്ള ദിവ്യപുരുഷനെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ്. നമുക്കത് ചൊല്ലി നോക്കാം. 11 മുതലുള്ള ശ്ലോകങ്ങൾ. തതോ വൈ യജമാനസ്യ പാവകാദതുലപ്രഭം പ്രാദുർഭൂതം മഹദ്ഭൂതം മഹാവീര്യം മഹാബലം കൃഷ്ണം രക്താംബരധരം രക്താസ്യം ദുന്ദുഭിസ്വനം സ്നിഗ്ധഹര്യക്ഷതനുജശ്മശ്രുപ്രവരമൂർധജം ശുഭലക്ഷണസമ്പന്നം ദിവ്യാഭരണഭൂഷിതം ശൈലശൃംഗസമുത്സേധം ദൃപ്തശാർദൂലവിക്രമം ദിവാകരസമാകാരം ദീപ്താനലശിഖോപമം തപ്തജാംബുനദമയീം രാജതാരപരിച്ഛദാം
ദിവ്യപായസസമ്പൂർണാം പാത്രീം പത്നീമിവ പ്രിയാം പ്രഗൃഹ്യ വിപുലാം ദോർഭ്യാം സ്വയം മായാമയീമിവ സമവേക്ഷ്യോബ്രവീദ് വാക്യമിദം ദശരഥം നൃപം പ്രാജാപത്യം നരം വിദ്ധി മാമിഹാഭ്യാഗതം നൃപ. 16 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ച് അർത്ഥം പറയേണ്ടതാണ്, അതുകൊണ്ടാണ് അത് മുഴുവനും ചൊല്ലിയത്. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു അന്തർധാനം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തതോ അതിനുശേഷം യജമാനസ്യ പാവകാത്, യജമാനൻ യാഗം ചെയ്യുന്നവനായിട്ടുള്ള ദശരഥൻ മുമ്പിലിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഋത്വിക്കുകളെല്ലാവരും ഉണ്ട്. അവരൊക്കെ കാണുക തന്നെ അഗ്നിയിൽ നിന്നും വളരെ ശോഭയോടുകൂടിയതായ ഒരു പുരുഷൻ മുകളിലേക്ക് ഉയർന്നു വന്നു. അതാണ് പാവകാത് അതുലപ്രഭൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ശോഭയായിരുന്നു. മറ്റൊന്നിനോടും തുല്യം ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് തേജസ്സോടു കൂടിയവനും അങ്ങനെയുള്ള ആയിട്ടുള്ള നല്ല ശക്തിമാനും അതുപോലെ തന്നെ നല്ല ബലവാനുമായിട്ടുള്ള ഒരു മഹദ്ഭൂതം എന്ന് പറഞ്ഞാൽ ഒരാൾ ആരാണെന്നൊന്നും അറിയില്ല. ഒരു പുരുഷാകാരത്തിലുള്ള ഒരാൾ, സ്ത്രീയല്ല പുരുഷൻ തന്നെയാണ്. ആ അഗ്നിയിൽ നിന്ന് പ്രാദുർഭൂതം മുകളിലേക്ക് ഉയർന്നു വന്നു എന്നർത്ഥം. ഇനി ആ ദിവ്യപുരുഷനെ വർണ്ണിക്കുകയാണ്. കൃഷ്ണം കറുത്ത നിറമാണ്, രക്താംബരധരം കൃഷ്ണവർണ്ണം എന്നുള്ളതിന് ചെമ്പിച്ച നിറമെന്നും വ്യാഖ്യാനത്തിൽ കാണാനുണ്ട്. മാത്രമല്ല ചുവന്ന പട്ടാണ് ഉടുത്തിരിക്കുന്നത്. രക്താസ്യം നല്ല തുടുത്ത മുഖമുള്ളവൻ, അല്ലെങ്കിൽ വായുടെ ഭാഗമൊക്കെ നല്ലവണ്ണം ചുവന്ന നിറമുള്ള ആൾ. അതുപോലെ ദുന്ദുഭിസ്വനം പെരുമ്പറ അടിക്കുന്നത് പോലെയുള്ള ശബ്ദത്തോടു കൂടിയവനും. സ്നിഗ്ധ ഹര്യക്ഷ തനുജ ശ്മശ്രുപ്രവരമൂർധജം. സ്നിഗ്ധ ഹര്യക്ഷൻ എന്നുള്ളത് കൊണ്ട് ഹരിഋക്ഷൻ എന്നും കാണാനുണ്ട്. പല പാഠങ്ങളും കാണാനുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം നല്ല മിനുമിനുത്ത സിംഹത്തിൻ്റെ രോമങ്ങൾ പോലെ. ഹര്യക്ഷൻ എന്നുള്ളത് കൊണ്ട് ഹരി എന്നുള്ള വാക്കിനും സിംഹം എന്നാണ് അർത്ഥം. ഹര്യക്ഷൻ എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണുകളോട് കൂടിയവൻ. സിംഹത്തിൻ്റെ കണ്ണ് അങ്ങനെയാണല്ലോ, പൂച്ചയുടെയും സിംഹത്തിൻ്റെയൊക്കെ കണ്ണിങ്ങനെ ചുവന്നിട്ടാണ്, ഒരു ചെമ്പൻ നിറമുള്ള കണ്ണാണ്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയണത്. അപ്പോൾ അങ്ങനെയുള്ള സിംഹത്തിൻ്റെ ശരീരത്തിലെ ശ്മശ്രുക്കൾ, ശരീരത്തിലെ ജട പോലെ അല്ലെങ്കിൽ സട പോലെയുള്ള തലമുടിയോടുകൂടിയ, അതായത് ചെമ്പിച്ച തലമുടിയോട് കൂടിയവനും. ശ്മശ്രുപ്രവരമൂർധജം, മുകളിൽ മൂർധജ എന്ന് പറഞ്ഞാൽ തലമുടിയാണ്. തലമുടിയുടെ നിറവും ചെമ്പനാണ്. ആകെപ്പാടെ ഒരു ചുവപ്പും ചെമ്പ് നിറവും ഒക്കെ കൂടിച്ചേർന്ന ഒരു നിറമാണുള്ളത്. അതുപോലെ പിന്നെ എന്തൊക്കെയാണ് പറയണത്? ശുഭലക്ഷണ സമ്പന്നം, ശുഭലക്ഷണമുള്ളവനാണ്. ദിവ്യാഭരണങ്ങൾ ധാരാളം ധരിച്ചിട്ടുള്ളവനാണ്. ദിവ്യാഭരണ ഭൂഷിതം. ശൈലശൃംഗ സമുത്സേധം. ശൈലശൃംഗ സമുത്സേധം എന്ന് പറഞ്ഞാൽ ഒരു മല പോലെ, അത്രയ്ക്ക് വലിപ്പമുണ്ട്. വളരെ വലിപ്പം കൂടിയ വസ്തുക്കളെയൊക്കെ മല പോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഒരു ഉയർന്ന മല പോലെയാണ് അദ്ദേഹം അവിടെ വന്ന് നിന്നത്. ശൈലശൃംഗ സമുത്സേധം. ദൃപ്ത ശാർദൂല വിക്രമം. ഉദ്ധതനായിട്ടുള്ള ശാർദൂലം പുലിയുടെ വിക്രമത്തോടു കൂടിയവനും. ദിവാകര സമാകാരം, വീണ്ടും പറയാണ് സൂര്യനെ പോലെ പ്രഭ ചൊരിയുന്നവനും. ദീപ്ത ആനല ശിഖോപമം, നല്ല ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിനാളം പോലെ തെളിഞ്ഞ ശോഭ തേജസ്സോടു കൂടിയവനും. തപ്ത ജാംബുനദമയീം രാജതാര പരിച്ഛദാം. തപ്തം എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ പഴുപ്പിച്ച, ജാംബുനദം സ്വർണം, പഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറം ഇരുമ്പിൻ്റെ നിറമൊക്കെ ഒരേപോലെയാണ്, ചൊകാന്ന് ഇരിക്കും. അതുപോലെയുള്ള നിറത്തോടു കൂടിയവൻ. എല്ലാ വാക്കുകളും അങ്ങനെ തന്നെയാണ്. പിന്നെ രാജതാരപരിച്ഛദാം എന്ന് പറയുന്നുണ്ട്. രാജതാരപരിച്ഛദം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും സൂര്യനും പോലെ നക്ഷത്രങ്ങളും ചന്ദ്രനും പോലെ ശോഭിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ വെളുത്ത തലമുടിയോടുകൂടി ശോഭിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞു കാണാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു പുരുഷൻ ആ അഗ്നിയിൽ നിന്നും, ആഹവനീയ അഗ്നിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദിവ്യപായസ സമ്പൂർണാം പാത്രീം പത്നീമിവ പ്രിയാം. ദിവ്യമായിട്ടുള്ളൊരു പായസം നിറച്ച ഒരു പാത്രം എന്നുള്ളതിനെ സ്ത്രീലിംഗത്തിലെ പാത്രി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പാത്രം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പാത്രത്തിനെ പത്നിയെ എന്നതുപോലെ ചേർത്ത് പിടിച്ചിട്ട്, പത്നീമിവ
തൻ്റെ പത്നിയെ എങ്ങനെയാണോ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ തന്നെ പായസം നിറച്ച ഈ പാത്രത്തെ മാറോടടക്കി പിടിച്ചുകൊണ്ടാണ് ഈ പുരുഷൻ പുറത്തേക്ക് വന്നത്. ദിവ്യപായസം നിറച്ചിട്ടുള്ളതായ സമ്പൂർണമായ പാത്രത്തിനെ പത്നീമിവ പ്രിയാം പത്നീമിവ പ്രഗൃഹ്യ, തൻ്റെ പ്രിയപത്നിയെ എന്നതുപോലെ എടുത്ത് പിടിച്ചുകൊണ്ട് വിപുലാം ദോർഭ്യാം സ്വയം മായാമയീമിവ, വിപുലാം ദോർഭ്യാം എന്ന് പറഞ്ഞാൽ നല്ല നീണ്ട കൈകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വലിപ്പം ആദ്യത്തെ ശ്ലോകങ്ങളിലെ മുമ്പത്തെ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു, അതുപോലെ നല്ല നീണ്ട കൈകൾ കൊണ്ട് ഈ പാത്രം മാറോടടക്കി പിടിച്ചുകൊണ്ട് വീഴാതെ നിറയെ പായസമുണ്ട് അതും പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരണത്. ഇവിടെ മായാമയീമിവ എന്നുള്ളത് മായ തന്നെ രൂപം ധരിച്ചു വരുന്നത് പോലെയാണോ? അതായത് ഇവിടെ ആവശ്യമുള്ളത് പുത്രന്മാരുണ്ടാവാനുള്ളതായ ഔഷധങ്ങളാണ്, ദിവ്യ ഔഷധം. അതിനുള്ള ഒരു നടപടി, അതിനുള്ളൊരു പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ തന്നെ വേണ്ടിയിട്ട് മായ തന്നെ രൂപമെടുത്ത് വന്നതുപോലെ, ശക്തി ദേവി തന്നെ രൂപമെടുത്ത് വന്നതുപോലെയാണ് പാത്രം പിടിച്ചുകൊണ്ട് ആ ദിവ്യ പുരുഷൻ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് പൊന്തി വന്നത്. എന്നിട്ട് സമവേക്ഷ്യോ അബ്രവീത് വാക്യം ഇതം ദശരഥം നൃപം പ്രാജാപത്യം നരം വിദ്ധി മാമിഹ അഭ്യാഗതം നൃപ. അങ്ങനെ പുറത്തേക്ക് വന്ന ഉടനെ കാണുന്നത് ദശരഥനെയാണല്ലോ. അതാണ് ദശരഥം നൃപം സമവേക്ഷ്യ ഇതം വാക്യം അബ്രവീത്. മുൻപിൽ തന്നെ ഇരിക്കുന്നവനായ ദശരഥ മഹാരാജാവിനെ കണ്ടിട്ട് ഈ ദിവ്യപുരുഷൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രാജാപത്യം നരം വിദ്ധി മാം ഇഹ അഭ്യാഗതം നൃപ. അല്ലയോ മഹാരാജാവേ നൃപ, മാം എന്നെ ആരായിട്ട് കാണണം? പ്രാജാപത്യം നരം ഇഹ അഭ്യാഗതം നരം വിദ്ധി. പ്രജാപതി പറഞ്ഞയച്ചിട്ട്, ബ്രഹ്മാവ് പറഞ്ഞയച്ചിട്ടെന്നോ അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെ പറഞ്ഞയച്ചവനായിട്ടുള്ള ഒരു പുരുഷനായിട്ട് എന്നെ കണ്ടാലും എന്ന് ദശരഥനോട് ഈ ദിവ്യപുരുഷൻ അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയണത്. ഇവിടെ അധികം ശ്ലോകങ്ങളിലും, ഇവിടെ നമ്മളിപ്പോൾ ചൊല്ലിയതായിട്ടുള്ള 8-9 ശ്ലോകങ്ങളിൽ കൂടുതൽ ഭാഗവും ഈ ദിവ്യപുരുഷനെ വർണ്ണിക്കുകയായിരുന്നു. ദിവ്യപുരുഷൻ കയ്യിൽ പായസപാത്രവുമായിട്ട് വന്ന് ദശരഥനോട് പറയാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത്? ഞാൻ ബ്രഹ്മാവിൻ്റെ ഹിതമനുസരിച്ച് വന്നിട്ടുള്ള ഒരാളാണ് എന്ന് അറിയിച്ചു. ഇനി രാജാവ് എന്താണ് തിരിച്ചു പറയണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഇത്യേതദ്വചനം ശ്രുത്വാ സുരാണാം വിഷ്ണുരാത്മവാൻ പിതരം രോചയാമാസ തദാ ദശരഥം നൃപം സജാപ്യപുത്രോ നൃപതിസ്തസ്മിൻ കാലേ മഹാദ്യുതി അയജത് പുത്രിയാമിഷ്ടിം പുത്രേപ്സുരരിസൂദന സകൃത്വാ നിശ്ചയം വിഷ്ണുരാമന്ത്ര്യ ച പിതാമഹം അന്തർധാനം ഗതോ ദേവൈഃ പൂജ്യമാനോ മഹർഷിഭിഃ തതോ വൈ യജമാനസ്യ പാവകാദതുലപ്രഭം പ്രാദുർഭൂതം മഹദ്ഭൂതം മഹാവീര്യം മഹാബലം കൃഷ്ണം രക്താംബരധരം രക്താസ്യം ദുന്ദുഭിസ്വനം സ്നിഗ്ധാര്യക്ഷതനൂജ ശ്മശ്രപ്രവരമൂർധജം ശുഭലക്ഷണസമ്പന്നം ദിവ്യാഭരണഭൂഷിതം ശൈലശൃംഗസമുത്സേധം ദൃപ്തശാർദൂലവിക്രമം ദിവാകരസമാകാരം ദീപ്താനലശിഖോപമം തപ്തജാംബുനദമയീം രാജതാരപരിച്ഛദാം ദിവ്യപായസസമ്പൂർണാം പാത്രീം പത്നീമിവ പ്രിയാം പ്രഗൃഹ്യ വിപുലാം ദോർഭ്യാം സ്വയം മായാമയീമിവ സമവേക്ഷ്യോബ്രവീദ് വാക്യമിദം ദശരഥം നൃപം പ്രാജാപത്യം നരം വിദ്ധി മാമിഹാഭ്യാഗതം നൃപ. ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.